quickly turn with me to the book of Matthew chapter number 17. മത്തായി സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. ആശയത്തിലേക്ക് ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ സ്പീക്ക് ടു യുവർ സോൾ, നിങ്ങളുടെ പ്രാണനോട് സംസാരിക്കുക എന്നുള്ള ആശയത്തിലേക്ക് വരുവാൻ, അതിന്റെ വാതിൽ തുറന്നു തരുവാൻ ഇനീഷ്യൽ വാക്യം, എങ്കിലും ഇതല്ല എൻ്റെ കീ വേർഡ്, ഇനീഷ്യൽ വാക്യമായി വായിക്കുവാൻ മത്തായി സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ ഈ 20-ാം വാക്യത്തിൽ വിശ്വാസത്തെ കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ് ദൈവത്തിന്റെ വചനം തരികയാണ്. ഇഫ് യു ഹാവ് ദ ഫെയ്ത്ത്, വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളമേ ഉള്ളെങ്കിലും വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, ഉണർത്തണം. ഇന്നത്തുള്ള ഒത്തിരി പേരിനകത്ത് ധാരാളം വിശ്വാസമുണ്ടെങ്കിലും ആ ഫെയ്ത്ത്, ആ വിശ്വാസം ഒന്ന് ആക്ടിവേറ്റ് ആകണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ പല തലങ്ങളിലുള്ളതിൽ ഒരു വശം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, കർത്താവായ യേശുവിന്റെ വാക്കുകളിൽ കൂടെ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ടു ബ്രിങ് ഔട്ട് വൺ പാർട്ട്, വൺ ആസ്പെക്ട് ഓഫ് ദാറ്റ് ഫെയ്ത്ത്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ യേശു വ്യത്യസ്ത ഫേസറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സഭാരാധനയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗമാണ് അധികാരത്തോടുള്ള നമ്മളുടെ പ്രതികരണങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരിക്കൽ കർത്താവായ യേശു കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ, ശതാധിപനായ ഒരു മനുഷ്യൻ, a man of great authority and power, റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരങ്ങൾ വഹിക്കുന്ന ഒരു മനുഷ്യൻ താൻ പറയുകയാണ്, ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്, എൻ്റെ കീഴിൽ ഒത്തിരി, അധികാരത്തിന്റെ കീഴിൽ ഒത്തിരി പേരുണ്ട് എന്ന് തന്നെക്കുറിച്ച് വീമ്പടിക്കുകയല്ലായിരുന്നു താൻ. ആദ്യമേ താൻ പറഞ്ഞു, ഞാൻ അധികാരത്തിന്റെ കീഴിൽപ്പെട്ടവനാണ്. ഇറ്റ് ഷോസ് ഹ്യൂമിലിറ്റി. നമ്മൾ ആദ്യം എന്ത് പറയുന്നു, നമ്മുടെ ആശ്രയത്തെയും നമ്മുടെ മനോഭാവങ്ങളെയും ചിത്രീകരിക്കുന്നതാണ്. താൻ ആദ്യമേ എൻ്റെ കീഴിൽ എൻ്റെ അധികാരത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി it would reflect his arrogance or his I don't know how to express it. എങ്കിലും ഒരല്പം തൻ്റെ വ്യക്തിത്വത്തിൽ കാണുന്ന ഒരു വശം ചിത്രീകരിക്കുമെന്ന്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹി സേസ്, I am a person under authority. ഞാൻ അധികാരത്തിന്റെ കീഴിൽപ്പെട്ടൊരുവനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഴയാണ്, പുഴുവാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. പകരം താൻ പറയുകയാണ്, എൻ്റെ അധികാരത്തിന്റെ കീഴിൽ അനേകരുണ്ട്. I have people under my authority. So I know who I am. അതേസമയം ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്. അങ്ങനെ എനിക്ക് അധികാരത്തെക്കുറിച്ച് അറിയാം. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകും, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. അധികാരത്തെക്കുറിച്ച് എനിക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ട്, ആശയമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ടു തിങ്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാക്കിയിരിക്കും. ആ വാക്ക് കേട്ടപ്പോൾ യേശു തൻ്റെ ഉള്ളിൽ അധികാരത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലത്തെ വിശ്വാസമില്ല, നിന്റെ വിശ്വാസം വലുതാണ്. How could his preconceived notion about authority have a deep reflection about his faith? തനിക്ക് അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രതിഫലനമായി കർത്താവ് ചിത്രീകരിച്ചത്? കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസമില്ല. ഇസ്രായേലിലെ ആൾക്കാർ മറുതലിക്കുന്നവരാണ്. അവർ അത്യാവശ്യം വന്നാൽ മോശയ്ക്കെതിരെ കല്ലെറുക്കും, അവർ അത്യാവശ്യം വന്നാൽ പിറുപിറുക്കും. അധികാരത്തോടുള്ളവരുടെ പ്രതികരണങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ പോലും ഇല്ലാത്ത വിശ്വാസം ഞാൻ ഇവനിൽ കാണുന്നു. ഫെയ്ത്തിനെ കുറിച്ച് പഠിപ്പിച്ച് കർത്താവ് തരുമ്പോൾ വിശ്വാസത്തിന്റെ ജസ്റ്റ് നമ്മളുടെ ബിലീഫ് സിസ്റ്റം മാത്രമല്ല, പകരം വിശ്വാസം എന്ന് പറയുമ്പോൾ മറ്റ് പല തലങ്ങളും അതിൻ്റെ അകത്ത് കർത്താവ് നോക്കുന്നുണ്ട്. അതിലൊന്നാണ് അധികാരത്തോടുള്ള നമ്മളുടെ പ്രതികരണങ്ങൾ. മാതാപിതാക്കളോട്, അധ്യാപകന്മാരോട്, സിവിക് അതോറിറ്റീസിനോട്, പാസ്റ്റേഴ്സിനോട്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തിൽ ഇരിക്കുന്നവരോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2, ഒരു സ്ത്രീ തൻ്റെ അരികിൽ വന്നു പറഞ്ഞു, യേശുവേ, എൻ്റെ മകളെ സൗഖ്യമാക്കണം. കർത്താവ് അവളെ ഇഗ്നോർ ചെയ്തു, തിരസ്കരിച്ചു, റിജക്റ്റ് ചെയ്തു. ഇതെല്ലാമായിട്ടും അവൾ പുറകെ നടന്ന് പറയുക, കർത്താവേ, എൻ്റെ മകളെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. ഡെസ്പറേഷൻ വാസ് ഗ്രേറ്റ്. പക്ഷെ ഡെസ്പറേഷൻ കണ്ടിട്ട് കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഡെസ്പറേഷൻ ഉള്ളവരുണ്ട്. ദാറ്റ് ഇസ് ഗുഡ്. ഹോളി ഡെസ്പറേഷൻ. നമ്മളുടെ അകത്തൊരു ആകാംക്ഷയും ഒരു വലിയ ആഗ്രഹവും ദാഹവും വരണം. Thank God for that desperation. എങ്കിലും ആകാംക്ഷയും ആവേശവും അല്ല വിശ്വാസത്തിന്റെ അളവുകോൽ. ഇവളുടെ അടുക്കൽ വന്ന കർത്താവ് പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് അപ്പം ഇട്ടുകൊടുക്കത്തില്ല, മക്കൾക്കുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. വാട്ട് എ ഹ്യൂമിലിയേഷൻ. അവളുടെ മുൻപിൽ വന്നത് ഭയങ്കര ഒരു നിന്ദാ വിഷയമാണ്. കാര്യം, 1, നീ മകളല്ല എന്നും, 2, മക്കൾക്കുള്ള അപ്പം പോലെ ഉള്ള ഇത് നീ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ വിവരമുള്ള എല്ലാവരും വി ഫീൽ സോ ഹ്യൂമിലിയേറ്റഡ്. ആ ഹ്യൂമിലിയേഷന്റെ നടുവിൽ
ഇവൾ താഴ്മ ധരിച്ചു. ആ താഴ്മയെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇവളുടെ അത്രയും വിശ്വാസം ഇസ്രായേലിൽ പോലുമില്ല. ഇസ്രായേലിൽ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തിരിച്ചടി കിട്ടും, മറുപടി കിട്ടും. ആരെങ്കിലും പറഞ്ഞാൽ പറയും, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഇതുവരെ ആർക്കും ദാസരായിട്ട് ഇരുന്നിട്ടില്ല. വീനോ ഹൂബിയ. അവരുടെ താഴ്മയെക്കുറിച്ച് അറിയാവുന്ന കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും കാണാത്ത വിശ്വാസം ഇവളിൽ കണ്ടു. സോ വിശ്വാസത്തിന്റെ പല ഡൈമെൻഷൻസ് ബൈബിളിൽ, കർത്താവിന്റെ വാക്കുകളിലും സുവിശേഷങ്ങളിൽ മാത്രമല്ല ലേഖനങ്ങളിലും കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന, യു മേ ഹാവ് ഫെയ്ത്ത്, your response to authority, your humility, അത് മാത്രമല്ല പല തലങ്ങളിൽ വചനം കേട്ട് വരുന്ന വിശ്വാസം എല്ലാം ഉണ്ടായിരിക്കും. എങ്കിലും ആ വിശ്വാസം അവിടെ പ്രയോജനമില്ലാത്തതായി കിടക്കുന്നിടത്തുനിന്ന് ആ വിശ്വാസം പ്രയോജനകരമായി വരണമെങ്കിൽ, ആക്ടിവേറ്റഡ്, അത് പ്രയോജനപ്പെടണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ വായിക്കുന്ന വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം. കമ്മിങ് ടു സ്പീക്ക് ടു യുവർ സോൾ, അതിലേക്കാണ് വരുന്നതെങ്കിലും ലെറ്റ്സ് കം ബാക്ക് ടു ദിസ്. ഹി സെഡ് ടു ദം, യേശു അവരോട് പറയുകയാണ്, ബിക്കോസ് ഓഫ് ദ ലിറ്റിൽനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, നിന്റെ അല്പവിശ്വാസം നിമിത്തം, അവിശ്വാസം നിമിത്തമല്ല. നമ്പർ 2, നിങ്ങളുടെ അകത്ത് ക്രിട്ടിക്കൽ മെന്റാലിറ്റി ഉള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ അകത്ത് നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ടല്ല, പകരം ലിറ്റിൽനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ അകത്ത് വിശ്വാസം അല്പമേ ഉള്ളൂ. ലാക്ക് ഓഫ് ഫെയ്ത്ത്, ലിറ്റിൽനെസ് ഓഫ് ഫെയ്ത്ത്. ഫോർ ട്രൂലി ഐ സേ അൺടു യു, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് മസ്റ്റർഡ് സീഡ്, കടുകുമണിയോളം വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, then you must activate it, learn to activate it. അത് ഉണർത്തിയേ മതിയാകൂ. എങ്ങനെയാണ് അത് ഉണർത്തുന്നത്? You can say to this mountain, നിങ്ങൾ പർവ്വതത്തോട് സംസാരിക്കണം. I hope it's slowly starting to open up the door today's subject. ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വാതിൽ പെതിയെ തുറന്നു വരട്ടെ. സംസാരിക്കണം, പർവ്വതത്തോട് സംസാരിക്കണം. നിന്റെ മുൻപിലുള്ള പ്രതികൂലത്തോട് നീ സംസാരിക്കണം. ചിന്തിച്ചാൽ പോരാ, ആഗ്രഹിച്ചാൽ പോരാ, കരഞ്ഞാൽ പോരാ, കംപ്ലൈന്റ് പറഞ്ഞാൽ പോരാ, പിറുപിറുത്താൽ പോരാ, സംസാരിക്കണം. സ്പീക്ക് ടു യുവർ മൗണ്ടൻ. എങ്ങനെയാണ് പർവ്വതത്തോട് സംസാരിക്കേണ്ടത്? എന്താണ് പറയേണ്ടത്? യു ക്യാൻ സേ ടു ദിസ് മൗണ്ടൻ, മൂവ് ഫ്രോം ഹിയർ ടു യണ്ടർ പ്ലേസ്. ഇവിടെ നിന്നും അങ്ങോട്ട് പോകുക, കടലിൽ ചാടുക, whatever നിങ്ങൾ പറഞ്ഞാൽ ഇറ്റ് വിൽ മൂവ്. നത്തിങ് വിൽ ബി ഇംപോസിബിൾ ടു യു. നിങ്ങൾക്ക് നടന്നിരിക്കും. നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ പല സംസാരങ്ങളും പിറുപിറുപ്പിന്റെ വാക്കുകളാണ്. അയ്യോ ഞാൻ സംസാരിക്കുന്നില്ലയോ, അയ്യോ എന്തോ വലിയ പർവ്വതമായത്, ഈ പർവ്വതത്തെ കണ്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. ദാറ്റ് ഈസ് നോട്ട് സ്പീക്കിംഗ് ടു ദ മൗണ്ടൻ, ദാറ്റ്സ് മർമറിംഗ് അബൌട്ട് ദ മൗണ്ടൻ. പർവ്വതത്തെ കണ്ട് പിറുപിറുക്കാനല്ല, പർവ്വതത്തെ കണ്ട് കംപ്ലൈന്റ് ചെയ്യുവാനല്ല. സ്പീക്ക് ടു ദ മൗണ്ടൻ. അയ്യോ എന്തോ ഒരു വലിയ പർവ്വതമാ കർത്താവേ ഇത് എന്ന് കർത്താവിനോട് പറയാനല്ല. മറ്റുള്ളവരെ വിളിച്ച്, കണ്ടോ എന്നാൽ ഇത്രയും നാൾ ഞാൻ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ടും ഈ പർവ്വതം എന്റെ മുൻപിൽ നിന്ന് മാറുന്നില്ലല്ലോ, കംപ്ലൈന്റ് ചെയ്യുവാനല്ല. അകത്തോട് തന്നെ എന്താണ് ഈ പർവ്വതം മാറാത്തത് എന്ന് ചോദിക്കാനല്ല. ഫസ്റ്റ് ഐഡന്റിഫൈ യുവർ മൗണ്ടൻ, എന്നിട്ട് ആ പർവ്വതത്തോട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ വിശ്വാസം ആക്ടിവേറ്റ് ആകും, ആ പർവ്വതം അവിടുന്ന് മാറിയിരിക്കും. ഇൻ ദ സ്പിരിച്വൽ റെൽം, ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം ദൈവം തീരുമാനിച്ചു. ഇറ്റ്സ് വോയിസ് ആക്ടിവേറ്റഡ്. ശബ്ദത്താൽ, വാക്കുകളാൽ മാത്രമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം, ശബ്ദത്താൽ ആക്ടിവേറ്റ് ആകുന്നതാണ് ആത്മമണ്ഡലം. ദ സ്പിരിറ്റ് വേൾഡ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ബൈ യുവർ വോയിസ്. ശബ്ദം എന്ന് പറയുമ്പോൾ നോയ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, വാക്കുകൾ. ബൈ യുവർ വോയിസ്, ബൈ ദ വേർഡ്സ് ഓഫ് യുവർ മൗത്ത്, നിങ്ങളുടെ വായിലെ വാക്കുകളാൽ. വായിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, and God said let there be light. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം ആഗ്രഹിച്ചെന്നല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹി ഡിസൈർഡ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം ചിന്തിച്ചെന്നല്ല, നോട്ട് ദാറ്റ് ഹി തോട്ട്. വെളിച്ചമുണ്ടായാൽ കൊള്ളായിരിക്കും എന്ന് കർത്താവിന്റെ അഭിപ്രായം പറഞ്ഞെന്നല്ല, ഹി ജസ്റ്റ് സെഡ് ലെറ്റ് there be light. ഹോ, നിത്യനായ ദൈവത്തിന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ആഗ്രഹിച്ചാൽ പോരായോ? സോറി, ആഗ്രഹിച്ചാൽ പോരാ. ആഗ്രഹിച്ചാൽ നടക്കുമായിരുന്നെങ്കിൽ കർത്താവ് ആഗ്രഹിച്ചു എന്നെഴുതിയേനെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹി ഡിസൈർഡ്. എന്നാലും പിതാവ് പുത്രനോട് പറയുക, ലുക്ക് അറ്റ് ദിസ്, എന്തൊരു ഇരുട്ടായത്, വൈ നോട്ട് വി വാട്ട് ടു ഡു എന്ന് തമ്മിൽ കൂടി ആലോചിച്ച് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയല്ല. ഹി ജസ്റ്റ് സ്പോക്ക് ടു ദ സിറ്റുവേഷൻ. സാഹചര്യത്തോട് സംസാരിച്ചു. സാഹചര്യത്തോട് സംസാരിച്ചാൽ വിശ്വാസം പ്രവർത്തിച്ചിരിക്കും. ജ്ഞാനത്താലും വിശ്വാസത്താലും പലരും പലതും ചെയ്തിരിക്കും. when you speak the words to your mountain, to your situation, നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിങ്ങളുടെ പ്രശ്നങ്ങളോട് നിങ്ങൾ സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉണരുവാനിടയായി തീരും. ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി സംസാരിച്ചാലോ, വേസ്റ്റ് ഓഫ് വേർഡ്സ്, വാക്കുകൾ വൃഥാവായി പോകും. വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ there will be no light. വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി പർവ്വതത്തോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ there will be no effect. എങ്കിലും
വിശ്വാസം ഉള്ളിലുള്ളപ്പോൾ നമ്മൾ നമ്മളുടെ വാക്കുകൾ ശബ്ദമുയർത്തി സംസാരിക്കണം. പർവ്വതത്തോട് സംസാരിക്കണം. പിറുപിറുക്കുകയല്ല, ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, റിപ്പോർട്ട് ചെയ്യുകയല്ല. ഒരു രീതിയിലും ഈ വചനത്തിന് വിപരീതമായി പോകരുത്. വചനം എന്ത് പറയുന്നു? പർവ്വതത്തോട് സംസാരിക്കുക, അതുപോലെ സംഭവിച്ചിരിക്കും. Praise the Lord, because the spirit realm is very voice activated. Now, അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയ, I'm sure I will not be able to come there. വരുന്ന ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ, വരുന്ന ആഴ്ചകളിൽ, മേ ബി നെക്സ്റ്റ് വീക്ക് ജോൺ പാസ്റ്റർ ആയിരിക്കും ശുശ്രൂഷിക്കുന്നത് 99%. വരുന്ന ആഴ്ചകളിൽ when I come back to this subject, അതിനെക്കുറിച്ച് സംസാരിക്കാൻ. കാര്യം this is a thing of discipline, ഇത് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെയും അതുപോലെ ആത്മീയ കൃപാവരങ്ങളുടെയും ഒരു തലമാണ് ഞാൻ പതിയെ ഉണർത്തിക്കൊണ്ടുവരുന്നത്. ഇൻ ദ കമ്മിങ് ഫ്യൂ വീക്സ് ഐ ബിലീവ് ഇതിന്റെ അകത്തൊരു ശക്തമായ ദൈവപ്രവൃത്തി കർത്താവ് കാണിച്ചിരിക്കും. ഓൾറൈറ്റ്, സോ ഒരു അടുത്തൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ലോലി ടു ഡെൽവ് ഇൻ ടു ആ സബ്ജക്ട്. 62 സങ്കീർത്തനം അതിന്റെ 5 വാക്യം. സാം 62 and verse number 5. എന്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. താങ്ക് യു സോ മച്ച്. ഇതാ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ സംസാരിക്കുക. ഹി സ്പീക്കിംഗ് ടു ഹിംസെൽഫ്. പർവ്വതത്തോട് സംസാരിക്കുവാൻ പറഞ്ഞാൽ മനസ്സിലാകും. എങ്കിലും ഇവിടെ പറയുക, എൻ മനമേ, ഓ മൈ സോൾ, തന്നോട് തന്നെ സംസാരിക്കുക. That is where I want to start to get into this subject. You must speak to yourselves. നിങ്ങളോട് തന്നെ സംസാരിക്കും. പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കും, നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ലേഖനങ്ങളിലുള്ള പഠിപ്പീരുകൾ കാണുവാൻ സാധിക്കും. എങ്കിലും ഇന്ന് ലേഖനങ്ങളിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനങ്ങളിൽ തന്നെ എനിക്ക് 116 സങ്കീർത്തനത്തിന്റെ 7 വാക്യം, 103 സങ്കീർത്തനത്തിന്റെ 1, 2, വ്യത്യസ്ത സങ്കീർത്തനങ്ങളിൽ നിന്നും പല വാക്യഭാഗങ്ങൾ വായിക്കത്തക്കതുപോലെ ഈ ഒറ്റ ആശയം തെളിയിക്കുവാനുണ്ട്. കാര്യം തിയോളജി, അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഡേവിഡ് ബാലാസിംഗ് അവർ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശയം പറഞ്ഞു. സങ്കീർത്തനങ്ങളിൽ ഡീപ് തിയോളജി കാണുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചും വേദശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ആഴമേറിയ പഠനങ്ങൾ പഠിക്കുവാൻ സങ്കീർത്തനങ്ങളിൽ ആഴമേറിയ തിയോളജി ഉണ്ട്. പലരും സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ ധ്യാനത്തിങ്കൽ തീ കത്തുന്ന ഒരു തലം ഉണർത്തുവാൻ മാത്രമാണ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നതെങ്കിലും താൻ വളരെ ശക്തമായി ഇവിടെ പ്രതിപാദിച്ചു. ഡീപ്പായി ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ വ്യക്തിത്വം, ദൈവത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുള്ള ആഴമേറിയ ഡെമൻഷൻസ് സങ്കീർത്തനങ്ങളിലുണ്ട്. അതിനെ വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ സാധിച്ചാൽ, പരിശുദ്ധാത്മാവ് അതിന്റെ വെളിച്ചം തന്നാൽ, ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ, തിയോളജി പഠിക്കുവാൻ ആവശ്യമുള്ള ആഴമേറിയ കാഴ്ചപ്പാടുകൾ സങ്കീർത്തനങ്ങളിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഒരു ആശയം, സ്പീക്ക് ടു യുവർ സോൾ, എൻ മനമേ അവന് യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. സാമിസ്റ്റ് ഈസ് സ്പീക്കിംഗ് ടു ഹിംസെൽഫ്. ആ ഒരു ആശയം വളരെ ശക്തമായി ഇന്നിവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുക. കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ കാരോലിൻ ലീഫ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ വരുന്ന ആഴ്ചയിൽ കഴിയുമെങ്കിൽ സ്ക്രീനിൽ അതിന്റെ പേരും ആ പുസ്തകത്തിന്റെ പേരും, കാര്യം ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കിൻഡിൽ സ്റ്റോർ മുതൽ ഹാർഡ് കോപ്പി വരെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനെ തുടർന്ന് ഹൗ ടു ഡീടോക്സിഫൈ യുവർ സോൾ, നമ്മളുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ടോക്സിക് ആയി കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിന്റെ അകത്ത് ടോക്സിക് ആയി കഴിയുമ്പോൾ, നമ്മുടെ വ്യത്യസ്ത അവയവങ്ങളിൽ ടോക്സിസിറ്റി വർദ്ധിച്ചു കഴിയുമ്പോൾ ഡീടോക്സ് എന്നൊരു പരിപാടിയുണ്ട്. പലരും ചെയ്ത് ആ ടോക്സിസിറ്റിയെ മാറ്റിക്കളയുവാൻ, ടോക്സിൻസ് പുറത്താക്കി കളയുവാൻ, ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നത് പോലെ ബ്രെയിനെ എങ്ങനെ ഡീടോക്സിഫൈ ചെയ്യണം. ഇത് പറയുമ്പോൾ ചിന്താമണ്ഡലത്തെ ഡീടോക്സിഫൈ ചെയ്യണമെന്ന് മാത്രമല്ല, അതിനേക്കാൾ ആഴമേറിയ ആശയങ്ങൾ ആ പുസ്തകത്തിൽ താൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ലീവ് ദ റിസോഴ്സ് ഇൻ യുവർ ഹാൻഡ്സ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാം. എങ്കിലും അതിനു മുൻപേ താൻ പറയുന്ന ആശയങ്ങൾ, ഈ സ്പീക്ക് ടു യുവർ സോൾ, നിങ്ങളുടെ പ്രാണനോട് നിങ്ങൾ സംസാരിക്കണമെന്നുള്ള, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനോട്, നിങ്ങളോട് തന്നെ, നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കണം എന്നുള്ള ഇന്നത്തെ സബ്ജക്ട് മനസ്സിലാക്കുവാൻ ഐ വുഡ് ലൈക്ക് ടു ഗോ എ ലിറ്റിൽ മോർ ഡെപ്ത് ഇൻ ടു ദ സ്റ്റോറി ഓഫ് ക്രിയേഷൻ. ദൈവം സൃഷ്ടി മുതൽ ആരംഭിക്കാൻ ആഗ്രഹിക്കണം. മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തമ്മിൽ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം, പുത്രനായ തമ്പുരാൻ, പരിശുദ്ധാത്മാവാം ദൈവം തമ്മിൽ സംസാരിച്ചു. വരുവീൻ, നാം നമ്മളുടെ സാദൃശ്യത്തിൽ, നമ്മളുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം പറഞ്ഞില്ല എന്റെ സാദൃശ്യത്തിൽ എന്നെ പോലെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം എന്നല്ല, പുത്രനായ തമ്പുരാനെ നോക്കി യേശുവേ നിന്നെ പോലെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം എന്നല്ല, പരിശുദ്ധാത്മാവിനെ പോലെ ഒരു ആത്മാവായി സൃഷ്ടിക്കാം എന്നല്ല, ഇൻ ആർ വെരി ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, നമ്മളുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കാം എന്ന് ദൈവം തീരുമാനിച്ചു. ദൈവം, God said, let us make man in our likeness and in our image. നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ത്രിയേകനായ ദൈവം, ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, പിതാവായ ദൈവം, പുത്രനാം തമ്പുരാൻ,
പരിശുദ്ധാത്മാവായ ദൈവം എന്ന ആ ദൈവത്തിന്റെ തൃത്വത്തിലെ ദൈവത്തിന്റെ അസാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആദ്യം ചെയ്തത് മനുഷ്യനെ ഒരാത്മദേഹിയായി സൃഷ്ടിച്ചു. ഹി വാസ് എ സ്പിരിറ്റ് ബീയിങ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലാത്തതിൽ നിന്നും. ബാറ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ഒരാത്മാവായി സൃഷ്ടിച്ചു. ലൈക്ക് a spirit, as a spirit. ആത്മാ മനുഷ്യൻ എവിടെയായിരുന്നു? The Bible doesn't give a very clear cut idea. എങ്കിലും വായിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളം കയ്യിൽ എന്നെ വരച്ചു. ഉള്ളം കയ്യിൽ വരച്ചു എന്ന് പറയുന്നതിന്റെ തത്തുല്യമായ ഒരു ആശയം വരട്ടെ. He was created and he was in God himself. ദൈവത്തിൽ തന്നെ മനുഷ്യൻ നിക്ഷിപ്തനായി. Then God said, okay, let us form his body out of the dust of the earth. ഈ ഭൂമിയിലെ പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നല്ല, മനുഷ്യന്റെ ശരീരം നിർമ്മിക്കാം. ഫോമിംഗ് ഇസ് ഡിഫറെന്റ് ഫ്രം ക്രിയേറ്റിംഗ്. സൃഷ്ടിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് നിർമ്മിച്ചെടുക്കുക. സോ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചെങ്കിൽ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ശരീരത്തെ സൃഷ്ടിച്ചെന്നല്ല, പകരം നിലത്തെ പൊടിയിൽ നിന്നും തന്റെ കരങ്ങളാൽ ഒരു ശരീരത്തെ രൂപീകരിച്ചെടുത്തു. He formed the body. ആ ബോഡി സൃഷ്ടിക്കുമ്പോൾ the members of the body, limbs, കൈകാലുകൾ സൃഷ്ടിച്ചു. The face, the different organs of the body, ശരീരത്തിന്റെ ഹാർട്ട്, മറ്റുള്ള അവയവങ്ങൾ സൃഷ്ടിച്ചു. ഞാൻ അവയവങ്ങളെ കുറിച്ച് പ്രത്യേകം ഊന്നി പറയുവാൻ കാര്യം, ബ്രെയിൻ is a part of the body. ഇന്നത്തെ സയൻസും ഇന്നത്തെ സ്പിരിച്വൽ വേൾഡ്, ആത്മലോകം വിശ്വസിക്കുന്ന എവിടെയോ കൺഫ്യൂഷനിൽ കിടക്കുന്ന ഒരു തലമാണ് ഇന്ന് കീറി മുറിച്ച് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ദൈവം നിർമ്മിച്ച കൂട്ടത്തിലുള്ള അവയവമാണ്. That is not the man as a spirit. ബ്രെയിൻ അല്ല മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ബ്രെയിൻ. അത് കഴിഞ്ഞ് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിലേക്ക് ദൈവത്തിന്റെ വായിൽ നിന്നും മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും മനുഷ്യനിലേക്ക് ശ്വസിച്ച ശ്വാസത്താൽ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനെ നിർമ്മിച്ച ശരീരത്തിലേക്ക് കടക്കുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Man, that was a spirit, became a living soul. ആത്മാവായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. തന്റെ ശരീരം ജീവൻ പ്രാപിച്ചു. ജീവന്റെ ശ്വാസം ഉള്ളിൽ വന്നു, ആത്മാവ് ഉള്ളിൽ വന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. So now we are a living soul. നമ്മളുടെ ആത്മാവുണ്ട്. We are actually a spirit being. ഞാൻ ആരാണ്? ഞാനൊരു ആത്മാവാണ്. എൻ്റെ ബ്രെയിൻ ആണോ ഞാൻ? നോ. എൻ്റെ മനസ്സാണോ ഞാൻ? നോ. ഞാനൊരു സ്പിരിറ്റ് ബീങ് ആണ്. ഐ ആം എ സ്പിരിറ്റ് ബീങ്. ഞാനൊരു ആത്മജീവിയാണ്. ദാറ്റ് ഈസ് ദ റിയൽ മീ. രണ്ട്, ആ ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ആത്മാവിന് വസിക്കാനുള്ള ഒരു ശരീരം ദൈവം നിർമ്മിച്ചതിൻ്റെ അകത്ത് നമ്മളായി കഴിഞ്ഞു. പല മതങ്ങളിലും വിശ്വസിക്കുന്നത് we are imprisoned in this body. ബൈബിൾ പഠിപ്പിക്കുന്ന പഠിപ്പീരല്ല. എങ്ങനെയോ മനുഷ്യൻ ശരീരത്തിൽ അങ്ങ് പ്രിസ്ണർ, കാരാഗ്രഹത്തിലായതുപോലെ പ്രിസ്ണറായി. നോ, നമ്മൾ കാരാഗ്രഹത്തിലായതുപോലെ ശരീരത്തിൽ ഇൻപ്രിസൺഡ് അല്ല. വിത്ത് ഓൾ ദി ഡ്യൂ റെസ്പെക്ട് ടു എവറി പേഴ്സൺ ഹു ഇസ് ഡിഫറെന്റ്ലി ഏബിൾഡ്. ശരീരത്തിൽ അംഗവൈകല്യങ്ങൾ ഉള്ളവർ ഉൾപ്പെടെ പറയട്ടെ, നമ്മൾ ശരീരത്തിൽ കാരാഗ്രഹത്തിൽ വസിക്കുന്നത് പോലെ കാരാഗ്രഹത്തിൽ വസിക്കുന്നവരല്ല, പകരം നമ്മൾക്ക് വേണ്ടി ദൈവം ഒരു ശരീരം നൽകിയത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഒരു ആമേൻ പറയാൻ സാധിക്കുമോ? ഓൺ ദ ഫ്ലിപ്പ് സൈഡ്, മറുവശം, നമുക്ക് വേണ്ടി ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ സാധ്യതയും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചും ഇന്ന് പറയുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും നമ്മൾക്ക് ഈ ശരീരം മാറി മനുഷ്യ കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ഒരു ശരീരം കർത്താവ് നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ മൺമയമാകുന്ന ശരീരം മാറിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. തേജസ്സേറിയ ശരീരങ്ങൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. So we are not prisoners here. എങ്കിലും who are we? We are not the body. നമ്മൾ ശരീരമല്ല, we are a spirit being. അതുകൊണ്ട് തന്നെ സയൻസിന്റെ വിശ്വാസത്തിൽ കുടുങ്ങിപ്പോയവർ വിശ്വസിക്കുന്നത് എൻ്റെ ജെനറ്റിക്സ്, എൻ്റെ DNA, എൻ്റെ ബ്രെയിൻ എന്തു പറയുന്നു അതനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കത്തില്ല. എൻ്റെ വികാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ DNA ഉൾപ്പെടെ, ജെനറ്റിക്സ് ഉൾപ്പെടെ ഐ ആം ഇംപ്രിസൺ. ഞാൻ എവിടെയോ കാരാഗ്രഹത്തിലാണ്. എന്നെ നയിക്കുന്ന ശക്തികൾ മറ്റു പലതുമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാനമായി അണ്ടർലൈനിങ്
ഏറ്റവും പ്രധാനമായി ദൈവവചനത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ആശയം പറയട്ടെ. നിങ്ങൾ ഒന്നിന്റെയും കീഴിലല്ല, നമ്മൾ സകലത്തെയും ഭരിക്കുവാൻ ആത്മശക്തിയുള്ളവരാണ്. ഞാൻ പറയുന്ന സാഹചര്യങ്ങളെ മാത്രമല്ല, ഞാൻ പറയുന്നത് മനസ്സിനെ മാത്രമല്ല, ഞാൻ പറയുന്ന ശരീരത്തെ മാത്രമല്ല, ഞാൻ പറയുന്ന ദൈവത്തിന്റെ വചനം നമ്മൾക്ക് അധികാരം തന്നിരിക്കുന്ന സകലത്തെയും ഭരിക്കുവാൻ ആവശ്യമുള്ള അധികാരത്തോടാണ് ആത്മമനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ, ആത്മമനുഷ്യൻ പാപത്താൽ മരിച്ചുപോയി. ആ പാപത്താൽ മരിച്ച മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകുവാൻ ദൈവം പറഞ്ഞു, എന്റെ പുത്രനായ യേശുവിൽ വിശ്വസിച്ചാൽ your spirit will live towards me. എന്നോടുള്ള ബന്ധത്തിൽ നിന്റെ ആത്മാവ് ജീവൻ പ്രാപിക്കും. ആ ജീവൻ പ്രാപിച്ച ഓരോ ആത്മാവിനും എഴുന്നേറ്റ് നിന്ന് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. But the problem is we don't stand up for ourselves. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. ഇതിന്റെ അകത്തുള്ള ചിലർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. എൻ്റെ മനമേ, എൻ്റെ ശരീരമേ, ഞാൻ പറയുന്നത് പോലെ കീഴടങ്ങി. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്? എൻ്റെ കൃപാവരങ്ങൾ എന്താണ്? എൻ്റെ ഉദ്ദേശം എന്താണ്? വിളിയാലുള്ള ഉദ്ദേശം എന്താണ്? എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണ്? അതിനനുസരിച്ച് ഞാൻ നിൽക്കും. പാപത്തിന്റെയും ലോകത്തിന്റെയും മ്ലേച്ഛതയുടെയും അന്യായ ശക്തികളുടെയും ഒന്നിനും എൻ്റെ മേൽ അധികാരമില്ല. I stand up to claim my right and my lot. എൻ്റെ അവകാശവും എൻ്റെ അധികാരവും പിടിച്ചെടുക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ഏൽക്കുകയാണ് എന്ന ആത്മമനുഷ്യൻ, ചിലരുടെ ആത്മമനുഷ്യൻ ഏൽക്കട്ടെ എന്ന ആത്മാവിൽ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. Hallelujah. When you disassociate yourself, ആ ശരീരത്തിന്റെ ബന്ധനത്തിലാണ് ഞാൻ എന്നുള്ള ആശയത്തിൽ നിന്നും ചിലർ പുറത്തു വന്നു കഴിയുമ്പോൾ ചില ജീവിതം മാറുവാൻ പോകുകയാണ്. Let me come back to Dr. Carolyn Leaf. ഡോക്ടർ കാരോലിൻ ലീഫിന്റെ ചില ആശയങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ചകളിലായിരിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അതിൻ്റെ അകത്ത് പറയുന്ന രണ്ട് ആശയങ്ങൾ മാത്രം ഇന്ന് പറയട്ടെ. നമ്പർ 1, ഒന്നാമത്തെ കാര്യം താൻ പറയുന്നത് തൻ്റെ 85 മുതലുള്ള റിസർച്ചിൽ 1985 മുതലുള്ള തൻ്റെ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസസിന്റെ റിസർച്ചിൽ താൻ പറയുന്നത് മെഡിക്കൽ ഡോക്ടേഴ്സ്, മെഡിക്കൽ സയൻസ് പറയുന്ന പല രോഗങ്ങളും, including ADHD, including autism, including obsessive compulsive disorder OCD, അങ്ങനെയുള്ള പല മെന്റൽ കണ്ടീഷൻസ് ഉൾപ്പെടെ ഒരിക്കലും ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇത് മാനേജ് ചെയ്യുവാൻ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ അനേക കേസുകളിൽ അതിനെപ്പോലും അതിജീവിക്കുവാൻ ആവശ്യമുള്ള അധികാരവും ശക്തിയും തന്റെ ശുശ്രൂഷയിൽ കൂടെ ദൈവം തന്നിൽ കൂടെ ചെയ്തെടുത്തത് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം താൻ പറയുന്നത് ബ്രെയിനിന്റെ അധീനതയിൽ വസിക്കേണ്ട ഒരാത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, പകരം നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ, ബ്രെയിനിനെ ഉൾപ്പെടെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുന്നു. തന്റെ പുസ്തകത്തിൽ താൻ പറയുന്നത് ഇനി ഒരിക്കലും ചലനം ഉണ്ടാകുകയില്ല എന്ന ആക്സിഡന്റുകളെ തുടർന്ന് വെജിറ്റബിൾ ആയി പോയ ശരീരങ്ങളുടെ പിൻപിൽ ഉടമസ്ഥതയോടെ, അവകാശ അധികാരത്തോടെ എഴുന്നേറ്റ് അതിന്റെ മീതെ സംസാരിച്ച ചിലതിന്റെ ശരീരങ്ങൾ വെജിറ്റബിൾ സ്റ്റേറ്റിൽ നിന്നും തിരിച്ചാരോഗ്യമുള്ളതായി വന്നതായി കാരോലിൻ ലീഫ് തന്റെ മെഡിക്കൽ റിസർച്ച്, സയന്റിഫിക് രീതിയിലുള്ള ആ റിസർച്ചിൽ താൻ പ്രതിപാദിക്കുന്നത് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വരുന്ന ആഴ്ചകളിൽ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഇൻടു മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ്. എങ്കിലും രണ്ടാമത്തെ ഒരു കാഴ്ച താൻ പറയുന്നത് പലരുടെയും റെസ്റ്റ്ലെസ്നെസ്, പലരുടെയും ജീവിതത്തിൽ വിരളി പിടിച്ചും വിശ്രമമില്ലാതെയും ഉറക്കമില്ലാതെയും ഇരിക്കുന്നിടത്ത് അവർ എഴുന്നേറ്റ് അവരുടെ മനസ്സിനോട് സംസാരിച്ചാൽ മനസ്സിനാവശ്യമുള്ള വിശ്രമം വരെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു ചാപ്റ്റർ എഴുതുമ്പോഴാണ് ഈ വാക്യം be still and maybe that one more word we'll read, then I'll get back into my subject. 116 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം, 116:7, be still, പ്രാണനോട് അവരവരുടെ മനസ്സിനോട് പറയുക. ഈ ദിവസങ്ങളിൽ ഉറക്കത്തിന്റെ പ്രയാസമുള്ള ചിലർക്ക് വേണ്ടി ഒരു പക്ഷേ ഇതൊരു റേമ വേർഡായി കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാം 116, 116 സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇന്ന് ആരും കരമുയർത്തണ്ട, എങ്കിലും യു ആർ നോട്ട് ഏബിൾ ടു സ്ലീപ് വെൽ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുക. വ്യത്യസ്ത രീതികളിൽ ഒരുപക്ഷെ ബ്രെയിനിന്റെ ചലഞ്ചസ് ആയിരിക്കും, ഒരുപക്ഷെ മനസ്സിന്റെ അകത്തുള്ള അസ്വസ്ഥതകളായിരിക്കും, സ്ട്രെസ് ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും. ചിലർ
ആത്മാവിലൊന്ന് എഴുന്നേൽക്കണം, ആത്മാവിലൊന്ന് സംസാരിക്കണം, പറയണം, ഐ അണ്ടർസ്റ്റാൻഡ്, ഞാനൊരു ആത്മീയ ജീവിയാണ്. ഐ എം എ സ്പിരിറ്റ് ബീയിങ്. എൻ്റെ ശരീരവും ഇൻക്ലൂഡിങ് മൈ ബ്രെയിൻ, എൻ്റെ മനസ്സും ഈ ആത്മ മനുഷ്യന്റെ അധികാരത്തിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഞാനൊന്ന് എഴുന്നേറ്റ് പറയുകയാണ്, എൻ്റെ മനമേ, എൻ്റെ ശരീരമേ, നീ ഒന്ന് സ്വസ്ഥമായിരിക്കുക. ഞാൻ ആത്മാവിൽ പറയുകയാണ്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും സ്വസ്ഥമായിരിക്കും. രാത്രിയിലെ ഉറക്കത്തെ ചോദ്യം ചെയ്യുന്ന ദുർവ്യാപാര ശക്തികളുടെ പിടി ഉൾപ്പെടെ സകല അന്യായ പോരുകളും ശരീരത്തിന്റെ അകത്തുള്ള അസ്വസ്ഥതകളും വിട്ടുമാറുന്നത് പോലെ ഇന്ന് ചിലർക്ക് വേണ്ടി ഒരു റേമ വേർഡ് ഇവിടെ നിന്നും ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കുക. ശബ്ദമുയർത്തി പറഞ്ഞു, എൻ മനമേ സ്വസ്ഥമായിരിക്കുക, വിശ്രമിക്കുക. എന്റെ മനമേ, നീ ഒന്ന് സ്വസ്ഥമായിരിക്കുക. കാര്യം വെറുതെ അല്ല, ഏതോ പോസിറ്റീവ് തിങ്കിങ് അല്ല, യഹോവ നിനക്ക് ഉപകാരങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതൊന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കീഴിൽ ഞാൻ ഒന്ന് സ്വസ്ഥത കണ്ടെത്തുവാൻ ചിലർക്ക് വേണ്ടി ആത്മാവിൽ ഒരു വചനം റിലീസ് ചെയ്യുകയാണ്. എൻ മനമേ സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ രാത്രിയിലത്തെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്ന അന്യായ ശക്തികൾ ഉൾപ്പെടെ എങ്കിലും പല കാരണങ്ങളാൽ റെസ്റ്റ്ലെസ്നെസ്, ഒരു പക്ഷേ സ്ട്രെസ് ലെവൽസ് വർദ്ധിച്ച നിമിത്തം, ശരീരത്തിന്റെ സ്ട്രെസ് ഉൾപ്പെടെ വർദ്ധിച്ചത് നിമിത്തം ഉണ്ടാകുന്ന സകല ആഘാതങ്ങളെയും സകല പ്രതിസന്ധികളെയും നോക്കി ഇന്ന് നമ്മൾ വായിച്ച ഈ സങ്കീർത്തനം 116 സങ്കീർത്തനത്തിന്റെ 7 വാക്യം ഈ സീസണിൽ ചിലരെ വിശ്രമത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. റിട്ടേൺ ടു യുവർ റെസ്റ്റ് ഓ മൈ സോൾ. എന്റെ മനമേ, എന്റെ പ്രാണനെ, എന്റെ ശരീരമേ, എന്റെ മനസ്സേ, എന്റെ ബ്രെയിനെ, നിന്റെ വിശ്രമത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വാ. For the Lord has dealt bountifully with you. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. നീ സ്വസ്ഥതയിലേക്ക് മടങ്ങി വാ. നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനോട് സംസാരിക്കുന്നതായിട്ടല്ല. നമ്മുടെ ബ്രെയിനോട് സംസാരിക്കുന്നതായിട്ടല്ല. പകരം when you speak to yourself, you must understand who is speaking to whom. ആരോട് സംസാരിക്കുന്നു എന്ന് പറയട്ടെ. ഞാൻ ആത്മ മനുഷ്യനാകുന്ന ഞാൻ, എൻ്റെ ശരീരമല്ല, എൻ്റെ മനസ്സല്ല, ആത്മ മനുഷ്യനാകുന്ന ഞാൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഞാൻ, എൻ്റെ ആത്മാവും ഒരു ദിവസം ഈ ശരീരം വിട്ടുപോകേണ്ടിയ ഞാൻ, ഒരു ദിവസം ഈ ദേഹവും ദേഹിയും വിട്ടുപോകേണ്ടിയ ഞാൻ ഒന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുകയാണ്, എൻ മനമേ, നീ ഒന്ന് സ്വസ്ഥമായിരിക്കുക. നിന്റെ റെസ്റ്റ്ലെസ്നെസ് മാറട്ടെ, നിന്റെ സകല അസ്വസ്ഥതകളും മാറട്ടെ. വിശ്രമത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി എൻ്റെ ദൈവം നിന്നോട് നന്നായി പെരുമാറി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വിശ്രമം ഉണ്ടായിരിക്കും. Hallelujah. Speak to your soul. പ്രാണനോട് സംസാരിക്കുക. Speak to your mind. നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക. Speak to your body. ശരീരത്തോട് സംസാരിക്കുക. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഓർക്കുന്നുണ്ടായിരിക്കും, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവൻ. ഓർക്കുന്നുണ്ടാരെങ്കിലും? പറഞ്ഞാട്ടോ. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവൻ ശരീരത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. അത് includes your brain, includes your members, includes your organs. ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക, ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആശയമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലരുടെയും വിചാരം നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ നാവിനെ ബന്ധിച്ചിടുകയാണ്. നോ നോ നോ, ഞാൻ ഇനി ഒരു വാക്ക് പോലും മിണ്ടത്തില്ല, മിണ്ടാതിരിക്കും, മൗനമായിരിക്കും. That is not bridling your tongue, that is binding your tongue. അത് നാവിനെ കടിഞ്ഞാണിടുകയല്ല, അത് നാവിനെ ബന്ധിച്ചിടുകയാണ്. കുതിരയെ കടിഞ്ഞാണിടുമ്പോഴേ കുതിരയ്ക്കറിയാം എങ്ങാണ്ട് പോകാനാന്ന്. ബന്ധിച്ചു കഴിയുമ്പോഴേ കുതിരയ്ക്കറിയാം എങ്ങും പോകത്തില്ലെന്ന്. കുതിരയെ ബന്ധിച്ചിട്ടാൽ കുതിരയ്ക്കറിയാം എങ്ങും പോകത്തില്ല. കടിഞ്ഞാണിട്ടാൽ അറിയാം എവിടെയോ യാത്രയ്ക്ക് വേണ്ടി പോകുകയാണ്. നമ്മൾ പലരും മൗനമായിരിക്കുവാൻ തീരുമാനിച്ചാൽ നാവിനെ ബന്ധിച്ചു കളയുന്നവര്. മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്. bridle your tongue. നാവിനെ കടിഞ്ഞാണിടുമ്പോഴേ കുതിരയ്ക്കറിയാം ഇനിയും നിയന്ത്രിക്കുന്നവൻ എങ്ങോട്ട് നിയന്ത്രിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാനുള്ള നിയന്ത്രണമാണ് കടിഞ്ഞാടിന്റെ അർത്ഥം. What is your challenge? What is your obstacle? നിങ്ങളുടെ മുൻപിലുള്ള തടസ്സം എന്ത്? സാഹചര്യങ്ങളായിരിക്കും. I was not planning. ആ വാക്യം ഞാൻ നോക്കി പോലും ഇല്ലായിരുന്നു. But nevertheless, I feel so inspired. ആ വചനഭാഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും, നാവും ഒരു ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പ് പറയുന്നു. Alright? കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി. Maybe from verse number 1 please. 1-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടകന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ
അവൻ ശരീരത്തെ മുഴുവന് കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കിനെ ശ്രദ്ധിച്ചാൽ, വാക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ ശരീരത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാം. രോഗത്തിൽ നിന്നും വന്നുപോയ കെടുതികളിൽ നിന്നും പുറത്തെടുക്കുവാൻ ഉൾപ്പെടെ ശരീരത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ സാധിക്കും. Your bodily challenges, including your sicknesses, അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച് പുറത്തെടുക്കുവാൻ സാധിക്കും. അടുത്തത് പറയുന്നത് വലിയ കാറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വലിയ കപ്പലുകൾ, അത് ചുക്കാൻ പിടിക്കുന്നവൻ ചെറിയൊരു അവയവം പിടിച്ച് ആ വലിയ കപ്പലിനെ കൊടുങ്കാറ്റിന്റെ നടുവിൽ നയിക്കുന്നത് പോലെ എത്ര വലിയ ആത്മമണ്ഡലങ്ങൾ ഉണർന്നാലും ആത്മശക്തികളെ നിയന്ത്രിക്കുവാൻ നാവ് എന്ന ചെറിയ ഉപകരണം മതി. We have not learned to unleash the potential of the tongue. നാവിന്റെ അധികാരത്തെയും അതിന്റെ ശക്തിയെയും റിലീസ് ചെയ്യുവാൻ ഇതുവരെ പഠിക്കാത്ത നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, നമ്മൾ നാവിന്റെ അധികാരത്തെ ഒന്ന് മനസ്സിലാക്കണം. The fourth dimension എന്നുള്ള പുസ്തകത്തിന്റെ അകത്ത് ഈ ഒരു സംഭവം, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക എന്നുള്ള സംഭവം വായിക്കാത്തവരും ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആരെങ്കിലും ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള പല മീറ്റിംഗ്സിലും പല ഇടങ്ങളിലും, എങ്കിലും ഒരു പ്രാവശ്യം പോലും ആ ആശയം ഇതുവരെ ആരുടെയും വായിൽ നിന്ന് കേട്ടിട്ടില്ല, പുസ്തകത്തിൽ വായിച്ചിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ I want to see your hands so that I can say that. ആരെങ്കിലും ഉണ്ടെങ്കിൽ can I see your hands? Very few of us, maybe about 10%. Just for that 10%, ബാക്കിയുള്ളവർ എന്നോട് ക്ഷമിക്കണം. I'm going to say that anyways. 10% ആൾക്കാർ മാത്രമേ കരം ഉയർത്തിയുള്ളെങ്കിലും എനിക്കറിയാം നല്ലൊരു ശതമാനം ആൾക്കാർ കരം ഉയർത്തിയിട്ടില്ല. And you have not heard that. ഡോക്ടർ ചോ തന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ താൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒരു ന്യൂറോ സയന്റിസ്റ്റുമായി, ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റുമായി, അമേരിക്കയിൽ ന്യൂറോ സയൻസസ് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റുമായി താൻ സംസാരിക്കുകയായിരുന്നു. താൻ ഡോക്ടർ ചോട് പറഞ്ഞു, ഞാൻ ലോകത്തിലേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പറഞ്ഞു, ഇപ്പോഴല്ല, ഇന്ന് പറയുമ്പോൾ ഏകദേശം 30-35 വർഷങ്ങളുടെ മുൻപത്തെ ചരിത്രമാണ് പറയുന്നത്. അന്ന് ന്യൂറോ സയൻസസ് കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ശരീരത്തിൽ ബ്രെയിനിന്റെ അകത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതിനെ അവർ പേരിട്ട് വിളിച്ചത് സ്പീച്ച് സെന്റർ എന്നാണ്. ബ്രെയിനിന്റെ അകത്തൊരു, നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിൽ ബ്രെയിന് ലെഫ്റ്റ് ലോബ്, റൈറ്റ് ലോബ് ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് ലോബ് മാത്രമാണ് നമ്മുടെ കാതിന്റെ കേൾവിയെ നിയന്ത്രിക്കുന്നത്. അതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളുണ്ട്. ലോജിക്, ഇമോഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ. അതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തെ ഞങ്ങൾ സ്പീച്ച് സെന്റർ എന്ന് നാമകരണം ചെയ്യണം. We name it, we christen it speech center. So ഈ സ്പീച്ച് സെന്ററിനെ കുറിച്ച് പറഞ്ഞാൽ താൻ പറഞ്ഞു, ഈ സ്പീച്ച് സെന്ററിന്റെ പ്രത്യേകത, നാവ് എന്തു പറയുന്നോ അത് തന്നെ ശരീരത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് 100 പ്രാവശ്യം പറഞ്ഞാൽ മതി, പ്രായമായി, ക്ഷീണമായി, ഏജിംഗ് പ്രോസസ് ഓട്ടോമാറ്റിക്കലി കിക്കിൻ ചെയ്യും. ഏജിംഗ് പ്രോസസ് ഓട്ടോമാറ്റിക്കലി ആരംഭിക്കും. ഏജിംഗ് എന്നുള്ളത് ക്രോണോളജിക്കലി വരുന്ന ഒരു സംഭവത്തെക്കാൾ ഉപരി ഏജിംഗ് എന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മളുടെ പല ഏരിയാസിലും വരുന്ന മാറ്റങ്ങളെയാണ് ഏജിംഗ് എന്ന് വിളിക്കുന്നത്. പ്രായം 60 വയസ്സ് 70 വയസ്സാകുന്നതിനെ അല്ല ഏജിംഗ് എന്നുള്ള വാക്കും കൊണ്ട് ടെക്നിക്കലി അർത്ഥമാക്കുന്നത്. പകരം ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ, ഒരു പക്ഷേ അല്പം കൂടെ പ്രായമാകുമ്പോൾ ശരീരത്തിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കും. കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് പറയുന്നില്ല, എങ്കിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെയാണ് ഏജിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പ്രായമായി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് ശരീരം അത് ഏറ്റെടുക്കും. ശരീരം പറയും, സ്പീച്ച് സെന്ററിൽ നിന്ന് ഒരു കമാൻഡ് വരുന്നുണ്ട്, അതായത് കൽപ്പന ഇതാണ്, പ്രായമായി. അതുകൊണ്ട് ശരീരം മുഴുവൻ പ്രായമായതിനനുസരിച്ച് ചലിച്ചേ പറ്റത്തുള്ളൂ. ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ മതി, എനിക്ക് ക്ഷീണമാണ്. ഓട്ടോമാറ്റിക്കലി ശരീരത്തിന്റെ നെർവസ് സിസ്റ്റം അത് മെസ്സേജ് ശരീരത്തിൽ കൊടുത്ത് ശരീരത്തിന്റെ അസ്ഥികൾക്ക് വരെ ക്ഷയം സംഭവിക്കും. വാക്കുകൾ കൊണ്ട് പറയുന്നത് ശരീരം ഏറ്റെടുത്തിരിക്കും. ഡോക്ടർ ചോ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത് പുതിയതൊന്നുമല്ല, ഇത് പഴയ ഇൻഫർമേഷനാണ്. ഈ ഡോക്ടർ ആകെപ്പാടെ ചൂടായി, പാസ്റ്ററെ, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമാണ് ഞാനിത് പറയുന്നത്, ഇത് പഴയ ചരിത്രമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പാസ്റ്റർ ഇല്ലല്ലോ, ഡോക്ടർ ജെയിംസ് എന്നോട് പണ്ടേ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ജെയിംസിന് ഇത് അറിയത്തില്ല. ഏത് ഡോക്ടർ ജെയിംസാണ് പറഞ്ഞത്? പറഞ്ഞു, ബൈബിളിൽ The epistle according to James, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ പഠിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാം. ഇന്നായിരിക്കും ന്യൂറോ സയൻസസ് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാം.
അതുകൊണ്ട് ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് മതിക്കട്ടെ, ദരിദ്രൻ തന്നെത്താൻ സമ്പന്നൻ എന്ന് പറയട്ടെ. Let the weak say I am strong, not let the weak think I am strong. ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് ചിന്തിക്കട്ടെ എന്നല്ല, ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് മതിക്കട്ടെ. Let the weak say I am strong, let the poor say I am rich. ബലഹീനനും ദരിദ്രനും പറയേണ്ട ചില വാക്കുകളുണ്ട്, മറ്റുള്ളവരുടെ മുൻപിലല്ല, ദൈവസന്നിധിയിൽ. മുറിക്കകത്ത് വാതിൽ അടച്ചിട്ടിരുന്ന് call unto me, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ആ call unto me എന്നുള്ള വാക്കിന്റെ മുൻപിൽ ചില ഭാവിയെ, ചില അവസ്ഥകളെ ദൈവം മാറ്റിയിരിക്കും. Hallelujah, hallelujah, hallelujah. ശരീരത്തെ മാത്രമല്ല, വലിയ കൊടുങ്കാറ്റുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന കപ്പൽ പോലെ ജീവിതത്തിൽ ആത്മമണ്ഡലത്താൽ, ആത്മശക്തികളാൽ, ദുർവ്യാപാര ശക്തികളാൽ ആലഞ്ഞുലഞ്ഞു പോകുന്ന ചില പടകുകളെ അതിന്റെ തക്ക സ്ഥാനത്ത് കൊണ്ടുവരുവാൻ എന്റെ ദൈവം പറയുകയാണ്, നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാം. കൊടുങ്കാറ്റുകളെ പോലും കാറ്റ് അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്നുള്ള ശബ്ദത്തിന്റെ മുൻപിൽ ഞാൻ നിനക്ക് വേണ്ടി നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Speak to your soul. ഞാൻ കുറച്ചും കൂടെ ഡെപ്തിലോട്ട് പോകണം എന്നുണ്ടായിരുന്നു. റിന്യൂ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. അഗൈൻ ബേസ്ഡ് ഓൺ സർട്ടൻ ഫാക്ട്സ് ഫ്രം ഡോക്ടർ കാരോലിൻ ലീഫ്സ് ബുക്ക്, ഡോക്ടർ കാരോലിൻ ലീഫിന്റെ പുസ്തകത്തിൽ നിന്നും റിന്യൂ യുവർ മൈൻഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ദ റിയൽ എസ്റ്റേറ്റ് ഓഫ് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിന്റെ ഏതോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല, ഏതോ മറ്റുള്ള കെമിക്കൽ ഫങ്ഷൻസ് മാത്രമല്ല, പകരം ദർ ഇസ് എ റിയൽ എസ്റ്റേറ്റ്. പ്രോട്ടീൻസും കൊണ്ടും, ഞാൻ മെഡിക്കൽ സയൻസിന്റെ ടേംസിലേക്ക്, വാക്കുകളിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല, കാര്യം അത് ഒത്തിരി ടെക്നിക്കലായി പോകും. അത് സ്പിരിച്വൽ മെസ്സേജിൽ നിന്നും മറ്റൊരു ചായ്വ് മാറാതെ ഇരിക്കാൻ ഞാൻ അതുകൊണ്ട് വളരെ ചുരുക്കമായി വരുന്ന ആഴ്ചയിൽ കുറച്ചും കൂടെ പറഞ്ഞെങ്കിലും അധികം സ്പിരിച്വൽ മെസ്സേജായി തന്നെ ഇത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു ടീച്ചിങ്ങിനേക്കാൾ അധികം. അതുകൊണ്ട് പറയട്ടെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ട വാക്കുകൾ ഫസ്റ്റ് ശരിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന്, ദൈവവചനം എന്തു പറയുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനെ എങ്ങനെ നിയോഗിക്കുന്നു. സിറ്റ് ഡൗൺ ഇൻ ദ ലോർഡ്സ് പ്രസൻസ്, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇതിന്റെ മുൻപിൽ എൻ്റെ നാവിനെ ഞാൻ എങ്ങനെ കടിഞ്ഞാണിടേണ്ടത്, ഏത് ലക്ഷ്യസ്ഥാനത്താണ് ഞാൻ ചെന്നെത്തേണ്ടത്, അതിന് ഞാൻ എങ്ങനെ കടിഞ്ഞാടിടണം. പറയണം, എൻ്റെ മനമേ നീ ഒന്ന് വിശ്രമിക്കുക, എൻ്റെ മനമേ നീ ഒന്ന് സന്തോഷിക്കുക. ഡിപ്രഷനാണോ, ഹു കെയർസ്. എൻ്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്ന, കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്ന ആത്മശക്തി എന്നിൽ തന്ന കർത്താവ്, എൻ്റെ ആത്മാവിൽ ആ ശക്തിയെ പകർന്ന കർത്താവ്, ആ ആത്മ മനുഷ്യൻ ഒന്നെഴുന്നേറ്റ് ആത്മാവിലൊന്ന് ചലിച്ച് എന്ന് ചിലർ പറയണം, എന്റെ മനമേ നീ ഒന്ന് വിശ്രമിക്കുക, എന്റെ ശരീരമേ ഒന്ന് സ്വസ്ഥമാകുക, സാഹചര്യമേ കീഴടങ്ങ്. കാര്യം ഞാൻ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. Speak to your soul. നിങ്ങളുടെ പ്രാണനോട് സംസാരിക്കുക. വരുന്ന ആഴ്ചയിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ബ്രെയിൻ ഡിസോർഡേഴ്സ് മുതൽ, സാഹചര്യങ്ങൾ മുതൽ, നമ്മളുടെ സകല വഴികളിലും how do you speak effectively to your soul, to your circumstances. സാഹചര്യങ്ങളോടും നിങ്ങളുടെ മനസ്സിനോടും നിങ്ങൾ എങ്ങനെ സംസാരിക്കും. ഇവിടെ നിന്നും അടുത്ത ലെവലിലേക്ക്, അടുത്ത ആഴ്ചകളിൽ ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ മനോഭാവങ്ങൾ, ഞങ്ങളുടെ ചിന്താഗതികൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുന്ന സകലതും ഏറ്റവും ധന്യമായി, അനുഗ്രഹമായി കർത്താവ് നടത്തുവാൻ, ഞങ്ങളുടെ ഭാവിനെ നിയന്ത്രിക്കുവാൻ ആവശ്യമുള്ള കൃപ കർത്താവ് നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാണനെ ഒന്ന് കർത്താവ് ഒന്ന് സ്വസ്ഥതയ്ക്കായി, താങ്ക് യു ലോർഡ്, റെസ്റ്റ്ലെസ്നെസ്സിൽ നിന്നും കർത്താവ് ഒന്ന് വിടുവിച്ചെടുക്കുവാൻ, സൗഖ്യത്തിലേക്ക് നടത്തുവാൻ, ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ, പ്രാണനോട്, ഞങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വെളിച്ചം വീശി അഭ്യസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.